മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ പരിശോധിക്കാൻ കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഗൗരവമായ പരിശോധന നടത്താനാണ് നീക്കം. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലവിലെ നിലപാട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധരാണ് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന ഒരു നിലപാട്, പക്ഷേ ആ MLA സ്ഥാനം ഇരിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് നൽകുന്ന ചില പ്രതിരോധങ്ങളുണ്ട്. ആ പ്രതിരോധങ്ങൾ മറികടന്ന് അന്വേഷണ സംഘത്തിനുണ്ടാക്കുന്ന ചില പരിമിതികളുമുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇന്ന് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തുക? നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ടി കെ രജിത്ത. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിവാദം അല്ലെങ്കിൽ വലിയൊരു ആരോപണം ഉയർന്നു വന്നു. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷ പദവി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ഇരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച കോൺഗ്രസിൽ നടന്നു. അതിനുശേഷം MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കാരണം പരസ്യമായിട്ടുള്ള ഒരു ആരോപണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ ഒരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പരാതികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുക, അതിനുശേഷം മാത്രം മതി മറ്റൊരു തീരുമാനം എന്നുള്ളതാണ്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റ് നടപടികളിലേക്ക് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഒരു സമിതിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംഘടനാപരമായിട്ടുള്ള ഒരു ഇടപെടൽ മാത്രം മതി എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുമ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയൊരു പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബാലാവകാശ കമ്മീഷനിലും അതുപോലെ തന്നെ പോലീസിലും എറണാകുളത്തുള്ള ഒരു അഭിഭാഷകൻ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിവാദാരോപണത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു ആരോപണം കൂടി ഉണ്ടാകുമ്പോൾ നിയമപരമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം കൂടി ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തും സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരുവനന്തപുരത്ത് യുവമോർച്ചയും അതുപോലെ തന്നെ DYFI അടക്കമുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം MLA ഹോസ്റ്റലിലേക്കും അതുപോലെ തന്നെ VD സതീശൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്കും നടത്തിയിരുന്നു. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനം ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ച. നമുക്കറിയാം 3 പേരുടെ പേരുകൾ ഉയർന്ന് കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്ന് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിവാദ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു. MLA സ്ഥാനം രാജിവെക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസിൽ രണ്ട് തട്ടിലേക്ക്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും രണ്ട് വിഭാഗങ്ങൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടെന്ന യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ ഒന്നടങ്കം അദ്ദേഹത്തിനെതിരായ നിലപാടെടുക്കുന്ന സാഹചര്യമാണ്. AICC അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും MLA സ്ഥാനം ഇപ്പോൾ നിലവിൽ രാജിവെക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് സംഘടനാപരമായി അതിനകത്തുള്ള കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം അതിശക്തമായി ഉയർത്തുന്നതിൽ CPIM-നും പരിമിതിയുണ്ടല്ലോ. കാരണം മുകേഷിന്റെ വിഷയമൊക്കെ അവിടെയുണ്ട്. അത് ഉപയോഗിച്ചുള്ള ഒരു പ്രതിരോധമായിരിക്കില്ലേ കോൺഗ്രസിൽ നിന്നുണ്ടാവുക? തീർച്ചയായും. കാരണം ആരോപണ പ്രത്യാരോപണങ്ങൾ നിലവിൽ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിനെതിരായി CPM-ന് അല്ലെങ്കിൽ BJP-ക്ക് ഒക്കെ തന്നെ വീണ് കിട്ടിയ ഒരു വലിയ അവസരമായി തന്നെയാണ് അവർ ഇത് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന ആ പെൺകുട്ടി തന്നെ മാധ്യമങ്ങൾ മുന്നിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണം ഉൾപ്പെടെ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ഒരു MLA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇതാദ്യം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള ഒരു അവസരമായി CPM കാണുന്നു എന്നുള്ളതാണ്. മോശമായി ഫോണിൽ മെസ്സേജ് അയച്ചതോ അല്ലെങ്കിൽ മോശമായി പെരുമാറിയതോ അവിടെ നിൽക്കട്ടെ, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഭ്രൂണത്തിന് ജീവിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് ഭരണഘടനയിൽ പോലും പറയുന്ന ഒരു സാഹചര്യം, അതിനെതിരായി പ്രവർത്തിച്ചു ഒരു MLA എന്നുള്ളതാണ് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആരോപണം നിലനിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല. CPM-ഉം BJP അടക്കം അവർക്ക് വീണ് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ MLA സ്ഥാനം രാജിവെക്കുന്നതിനോട് CPM-ഉം മുന്നോട്ടൊരു ഇടപെടൽ നടത്തില്ല. കാരണം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നുള്ളത് അവർക്കും ഒരു താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എങ്കിൽ പോലും അവർക്ക് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു നിൽക്കുവാൻ ഉള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള പരസ്യ നിലപാടിൽ തന്നെയാണ് BJP-യും അതുപോലെ തന്നെ LDF-ഉം ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. പരസ്യമായി തന്നെ LDF-ലെ നേതാക്കളടക്കം ഇന്നലെ MV ഗോവിന്ദൻ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരെ കണ്ട് അക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അദ്ദേഹത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നേതാക്കളും ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരുകളൊന്നും തന്നെ എവിടെയും ഉയർന്നു കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള റിട്ടേൺ കംപ്ലൈന്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇതിന് ഇരയായവരുടെ. അതുകൊണ്ട് തന്നെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു നിലപാടും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അത്തരം ഒരു പരാതികൾ ലഭിച്ചിട്ട് പോലും പാലക്കാട് ഇദ്ദേഹം മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെതിരെയൊക്കെ തന്നെ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. പക്ഷേ 2 ദിവസം കൊണ്ട് ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങും, ഈ വിഷയം ഇല്ലാതാകും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. രജിത, റിനു, ഇരകളിൽ നിന്നല്ലെങ്കിലും പോലീസിന് മുമ്പിലേക്ക് പരാതി എത്തിയിട്ടുണ്ട്. അതിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് പോലീസ് ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം അത് ഗൗരവമുള്ളതാണ്. റിനു നേരത്തെ ചൂണ്ടിക്കാട്ടി. അതിൽ ഈ പുറത്തു വന്ന ഈ സമൂഹ മാധ്യമ ചാറ്റുകളും ഈ ശബ്ദരേഖയും അതിലൊക്കെ ഏത് തരത്തിലുള്ള പരിശോധനയാണ് പോലീസ് ആലോചിക്കുന്നത്? അതിൻ്റെ വസ്തുത അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു പ്രാഥമിക വിവരശേഖരണം എന്നുള്ള നിലയിലേക്ക് പോലീസ് ഇതിനോടകം കടക്കുന്നുണ്ടോ റിനു? തീർച്ചയായും രജിത്ത, കാരണം ബാലാവകാശ കമ്മീഷനിലും അതുപോലെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുമാണ് നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ FIR രജിസ്റ്റർ ചെയ്യുകയൊന്നും പോലീസ് ചെയ്തിട്ടില്ല. കാര്യം നിയമപരമായിട്ടുള്ള ചില പരിശോധനകൾ കൂടി പോലീസിന് നടത്തേണ്ടതുണ്ട്. ചില നിയമ വക്താക്കളോട് അവർക്ക് നിയമോപദേശം തേടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ നടപടികളുമായി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നോ അല്ലെങ്കിൽ നാളെയോ അത്തരം ഒരു നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ആരോപണ വിധേയരായവർ അല്ലെങ്കിൽ ആരോപണ വിധേയർക്കെതിരെ ഇതിന് ഇരയായവർ ഒരു തരത്തിലുള്ള പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു പരാതി ലഭിക്കും. കാരണം ഇന്നലെ ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ ശരി തെറ്റുകൾ കൃത്യമായി തന്നെ അത് പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നും കൂടുതൽ പരാതികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം. അത്തരം പരാതികൾ ആരെങ്കിലും നേരിട്ട് നിയമപരമായി പോലീസിന് നൽകുവാൻ തയ്യാറായാൽ വിഷയം കൂടുതൽ ഒരു കാഠിന്യം ഈ വിഷയത്തിന് ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. MLA സ്ഥാനം ഉൾപ്പെടെ തെറിക്കുമോ അല്ലെങ്കിൽ രാജിവെക്കുവാൻ വേണ്ടി നിർബന്ധിതനാവുമോ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ എന്താണ് ഇനി തുടർ നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക? കാര്യം ഇന്നലെ രാത്രിയോടുകൂടിയാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. തുടർ വരുന്ന സമയങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി അല്ലെങ്കിൽ പരാതിയുമായി ആരെങ്കിലും വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൂടുതൽ പരാതികളും പരിഭവങ്ങളുമായി വരികയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം നിർബന്ധിച്ച് രാജിവെപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ആദ്യമായി MLA ആകുന്നൊരു സാഹചര്യം, പെട്ടെന്ന് വളർന്നു വന്ന കോൺഗ്രസിന്റെ ഒരു നേതാവായി വരുന്ന ആ ഒരു സാഹചര്യം. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു പക്വതയോടുകൂടി അല്ലെങ്കിൽ പാകതയോടുകൂടി പരുവപ്പെടുത്തി എടുക്കേണ്ടുന്ന ഒരു നേതാവിനെ നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന് പരാതികളൊക്കെ തന്നെ ലഭിച്ചിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല. VD സതീശിനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും ഉണ്ടാകുന്നത്. അത് പരസ്യമായി തന്നെ ഇന്നലെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനേറ്റ വലിയൊരു അടിയായി തന്നെ ഇത് കണക്കാക്കേണ്ടിയിരിക്കുന്നു. LDF-ഉം അതുപോലെ തന്നെ BJP-യും അത് അവർക്കെതിരായിട്ടുള്ള ഒരു വിമർശനത്തിനുള്ള ഒരു മരുന്നായി കാണുകയും ചെയ്തിട്ടുണ്ട്. രജിത, ഓക്കെ. റിനു ശ്രീധറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പദവിയൊഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലി. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും
MK രാഘവനും നോമിനികളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ബിനു ചുള്ളിയിലിനെ നിയോഗിക്കണമെന്നാണ് KC വേണുഗോപാലിന്റെ ആവശ്യം. ബിനു ചുള്ളിയിലിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിനും ആരംഭിച്ചു. മുൻപ് പല സമയങ്ങളിലും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ത്യജിച്ചവനാണ് ബിനു ചുള്ളിയിൽ എന്ന നിലയിലാണ് ക്യാമ്പയിൻ. ഇതിന് പിന്നിൽ KC വേണുഗോപാൽ എന്നാണ് ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആഴ്ചകൾ പിന്നീട് മുൻപ് പുതിയ സ്ഥാനം നൽകേണ്ട കാര്യമില്ലെന്നാണ് എതിർക്കുന്നവരുടെ വാദം. അബിൻ വർക്കി അല്ലാതെ മറ്റൊരു പേരും പരിഗണിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് രമേശ് ചെന്നിത്തല. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയിരുന്നു. നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ മാറിയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഉപാധ്യക്ഷനെ പരിഗണിക്കുക എന്നത് സ്വാഭാവിക രീതി എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പക്ഷം. സാമുദായിക സമവാക്യമാണ് അബിൻ വർക്കിക്ക് തിരിച്ചടി. KPCC, യൂത്ത് കോൺഗ്രസ്, KSU പ്രസിഡന്റുമാരായി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാകും എന്നതാണ് വെല്ലുവിളി. മുൻ KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്തിന് എ ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ട്. MK രാഘവൻ MP അഭിജിത്തിനായി നേരിട്ട് തന്നെ രംഗത്തുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവസാന നിമിഷമാണ് അഭിജിത്തിനെ തഴഞ്ഞത്. വിവാദമായതിന് പിന്നാലെ KM അഭിജിത്തിനെ ഉടൻ പരിഗണിക്കാമെന്ന ഉറപ്പ് സംസ്ഥാന നേതൃത്വം MK രാഘവന് നൽകിയിരുന്നു. അപ്രതീക്ഷിതമായി വന്ന അവസരമെങ്കിലും ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കണമെന്നാണ് MK രാഘവന്റെ നിലപാട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് നീക്കം. 24 തിരുവനന്തപുരം. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെയോടെ മൃതദേഹം വണ്ടിപ്പെരിയാർ വാളാടിയിലെ വീട്ടിലെത്തിച്ചു. 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് സംസ്കാരം നടക്കുക. വണ്ടിപ്പെരിയാറിലെ വസതിയിൽ നിന്ന് രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഏത് രീതിയിലാണ് ഇന്നത്തെ പൊതുദർശനം, സംസ്കാരം ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? കൃഷ്ണ, നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ വാഴൂർ സോമന്റെ വീട്ടിലാണ്. ഇവിടെയാണ് മൃതദേഹമുള്ളത്. പുലർച്ചെ 2 മണിയോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തു. ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. മക്കൾ 2 പേരാണ്, സോമിത് സോമനും. അവർ 2 പേരും ഇവിടെയുണ്ട്. മറ്റ് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. 11 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് മൃതദേഹം മാറ്റുക. അവിടെ നിന്ന് വൈകിട്ട് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞതനുസരിച്ച്, അതായത് വഴൂർ സോമന് ഈ പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് മരണം സംഭവിച്ചാൽ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് കുടുംബാംഗങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്കാര ചടങ്ങുകൾ അങ്ങോട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇവിടെ വീട്ടിലെ പൊതുദർശനം അത് തുടരുകയുമാണ്. നമുക്കറിയാം, പീരുമേട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം തന്നെയാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ്. വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പ്രക്ഷോഭകാലത്തൊക്കെ ഈ TR&D എസ്റ്റേറ്റിലെ തൊഴിലാളി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ സമരങ്ങളിലുമൊക്കെ പോലീസ് മർദ്ദനത്തിൽ അദ്ദേഹത്തിന് ക്രൂരമായി പരിക്കേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നടത്തത്തിൽ വരെ പ്രകടമാകുന്ന വിധത്തിലുള്ള പോലീസ് മർദ്ദനം അന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തൊഴിലാളികൾക്കൊപ്പം നിന്ന് ഉയർന്നു വന്ന നേതാവ് എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പീരുമേടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു വിയോഗം സംഭവിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നതല്ല. കാരണം ഇന്നലെ ഈ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ പ്രകടമായ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ പരിപാടിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായി പ്രകടമായി ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുണ്ടായ ഒരു വിയോഗം അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം, CPIനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് സാധാരണക്കാരുടെ വാഹനമായിട്ടുള്ള ജീപ്പിലായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചിരുന്നത്. MLA ആയതിനു ശേഷവും ഏതെങ്കിലും തരത്തിൽ വലിയ കാറിലോ അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിന്റെ സഞ്ചാരം ഉണ്ടായിരുന്നത്. തോട്ടമേഖലയിലൂടെയൊക്കെയുള്ള സഞ്ചാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഒരു ജീപ്പാണ്. അത് 2005 മുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ജീപ്പ്. അത് തിരുവനന്തപുരത്തേക്ക് MLA ആയതിനു ശേഷം ആദ്യം അദ്ദേഹം പോയതും അതേ ജീപ്പിലാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. മാത്രമല്ല അതേ ജീപ്പിൽ പോയി പൊതുമരാമത്ത് മന്ത്രിയോട് തന്റെ മണ്ഡലത്തിലെ റോഡുകളുടെ ബുദ്ധിമുട്ടും ശോചനീയാവസ്ഥയും, ജീപ്പില്ലാത്ത ഒരാൾക്ക് അതിലെ സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ മന്ത്രിയുടെ ഇടപെടൽ നടത്താൻ വേണ്ടി അത്തരമൊരു നടപടി കൂടി ഒക്കെ ആ ജീപ്പ് കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും
ആളുകൾക്കൊപ്പം നിന്നിരുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു നേതാവായിരുന്നു വടൂർ സോമൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനപ്പുറത്തേക്ക് 1991 അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പ് കത്തിച്ച സംഭവം വണ്ടിപ്പെരിയാറിൽ നടന്നിട്ടുണ്ട്. 91 ഈ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരാളൊരു വിവാദ പ്രസംഗം നടത്തിയിരുന്നു. ഇനി വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെയും ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നായിരുന്നു ആ വിവാദ പ്രസംഗം. അതിന് പിന്നാലെ അന്ന് രാത്രിയിൽ തമിഴ്നാട്ടിൽ വെച്ച് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്കിടെ അദ്ദേഹത്തിൻ്റെ ജീപ്പ് വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നൊരു കഥയൊക്കെ ഉണ്ട്. അതിനുശേഷം വലിയ തരത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. എന്തായാലും വലിയ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. അതിനപ്പുറത്തേക്ക് MLA ആയതിനു ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ ഭൂപ്രശ്നങ്ങളിലാണ്. ഈ വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം, പീരുമേട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ ഭൂപ്രശ്നങ്ങൾ തന്നെയായിരുന്നു. റവന്യൂ വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആണ് എന്നുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മറയോ തടസ്സമോ ഇല്ലാതെ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചിരുന്ന ഒരു നേതാവ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പക്ഷത്ത് നിന്നിരുന്ന നേതാവ് എന്ന് വേണം വാഴൂർ സോമനെ വിശേഷിപ്പിക്കാനും. എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തോട് ചേർന്നുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന നേതാവാണ്. പിന്നീട് ഹൈറേഞ്ചിന്റെ ജനകീയ മുഖമായി മാറിയ നേതാവാണ്. തീർത്തും അപ്രതീക്ഷിതം എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറയാൻ കഴിയുക. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ബീഹാറിലെ ഗയയിൽ ഉദ്ഘാടനം ചെയ്യും. ഗംഗാനദിക്ക് മുകളിലൂടെ പട്നയെ ബഗുസരായിയുമായി ബന്ധിപ്പിക്കുന്ന പാലം ഉൾപ്പെടെയാണ് പദ്ധതികൾ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര തുടരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് രാവിലെ 8 മണിക്ക് ബീഹാറിലെ മുംഗീറിൽ നിന്ന് ആരംഭിക്കും. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര, മറുവശത്ത് സംസ്ഥാനത്തിന് വികസന പദ്ധതികളുമായി പ്രധാനമന്ത്രി. ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ വോട്ടർ അധികാർ യാത്രയെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ടി കെ. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന പശ്ചാത്തലമുണ്ട് ബീഹാറിൽ. നവംബറിലൊക്കെ തെരഞ്ഞെടുപ്പ് എത്താനിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഇന്ന് ബീഹാറിൽ ഒന്നിച്ചെത്തുന്നത്. കഴിഞ്ഞ 6 ദിവസമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പുരോഗമിക്കുകയാണ്. ഇന്ന് 6ാം ദിനമാണ്. ഇന്ന് മംഗീറിൽ നിന്നാണ് ഈ യാത്ര പുരോഗമിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബീഹാറിലേക്ക് എത്തുന്നത്. അദ്ദേഹം ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇന്നത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗംഗാ നദിക്ക് മുകളിലൂടെയുള്ള ഒരു പാലം തന്നെയാണ്. ആ പാലത്തിന് ഏതാണ്ട് 1,800 കോടി രൂപയാണ് ആ പാലം പദ്ധതിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ റോഡ് നവീകരണം, വൈദ്യുതി, ആരോഗ്യം എന്നിങ്ങനെ വിവിധ മേഖലകളിലായി 13,000 കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം ഇന്ന് ഗയയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വിവിധ മേഖലകളിലൂടെയുള്ള ഈ വോട്ടധികാർ യാത്രയിൽ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ എതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ബീഹാറിൽ ആ ആരോപണങ്ങൾക്ക് തന്നെ പ്രധാനമന്ത്രി മറുപടി നൽകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. രാവിലെ 11:30 പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തിച്ചേരുക. ബീഹാറിലെ ഈ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം അദ്ദേഹം കൊൽക്കത്തയിലേക്ക് തിരിക്കും. അവിടെയും സമാന രീതിയിലുള്ള വികസന പദ്ധതികൾ അദ്ദേഹം സംസ്ഥാനത്തിന് സമർപ്പിക്കും. അങ്ങനെ 2 ദിവസങ്ങളിലായാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികളുള്ളത്. അതേസമയം ഈ ഗയയിലടക്കം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഈ വോട്ടധികാർ യാത്ര ആ ഗയയിലെ ഗ്രാമീണ മേഖലകളിലൂടെയൊക്കെ തന്നെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. ആ മേഖലയിലാണ് ഇന്ന് പ്രധാനമന്ത്രിയും എത്തുന്നത്. ശരി, വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഒഴിവാക്കിയ 65 ലക്ഷം പേരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ട നടപടികളുടെ വിശദാംശങ്ങൾ കോടതിയിൽ ഇന്നേക്കകം സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മീഷൻ ഒഴിവാക്കിയവരിൽ പരാതിയുള്ളവർക്ക് ആധാറിന്റെ പകർപ്പ് സഹിതം പരാതി നൽകാമെന്നും കോടതി പറഞ്ഞിരുന്നു. കേസിലെ തൽസ്ഥിതി സുപ്രീം കോടതി ഇന്ന് പരിശോധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ പങ്കെടുക്കുന്ന BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. പാർട്ടിക്ക് കരുത്തുള്ള തൃശൂർ, തിരുവനന്തപുരം കോർപ്പറേഷനുകളിലെ ഭരണം പിടിച്ചെടുക്കാനുള്ള ആലോചന ശക്തമാണ്.
കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, പി കെ കൃഷ്ണദാസ്, എം ടി രമേശ് തുടങ്ങി സംസ്ഥാന ബിജെപിയിലെ പ്രമുഖ നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. കൊട്ടാരക്കരയിലെയും കോതമംഗലത്തെയും ലവ് ജിഹാദ് വിഷയവും ചർച്ചയാകും. മലയാളി കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ അറസ്റ്റും വോട്ടർ പട്ടിക വിവാദവും മറികടക്കാനുള്ള തീരുമാനങ്ങൾ ചർച്ചയിലുണ്ടാകുമെന്നാണ് ബിജെപി വൃത്തങ്ങൾ നൽകുന്ന സൂചന. സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി ബിജെപിക്ക് ലഭിക്കാവുന്ന വോട്ടുകളുടെ ഏകദേശ പട്ടികയും യോഗത്തിന് മുന്നിൽ വയ്ക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ മാസവും അമിത്ഷാ സന്ദർശനം നടത്തി യോഗങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. റോഡുകളുടെ ശോച്യാവസ്ഥയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിനെയാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. റോഡുകളുടെ അവസ്ഥ പരിതാപകരം എന്നായിരുന്നു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. കലൂർ കടവന്ത്ര റോഡിന് നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് കൊച്ചിൻ കോർപ്പറേഷനും ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വടക്കഞ്ചേരിയിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബലപരിശോധനാ റിപ്പോർട്ട് ഇനിയും സർക്കാർ സമർപ്പിച്ചിട്ടില്ല. മുൻപ് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 4 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധയെ തുടർന്ന് മരിച്ച താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ സഹോദരൻ, ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞ്, അന്നശ്ശേരി സ്വദേശിയായ 49-കാരൻ, മലപ്പുറം ചേളാരി സ്വദേശിയായ 11-കാരി എന്നിവരാണ് ചികിത്സയിലുള്ളത്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇന്നലെ ഒരു കേസ് കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ജാഗ്രത എന്നുള്ള നിലയിൽ ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തുടരുന്ന ജാഗ്രത, അതിൻ്റെ പുതിയ വിവരങ്ങൾ മിഥില. ക്രിസ്റ്റീന, ആശങ്കയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ആശങ്ക എന്നത് ഈ രോഗം സ്ഥിരീകരിക്കുമ്പോഴും അതിൻ്റെ ഉറവിടം എവിടെയെന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ മാത്രമാണ് ഉറവിടം ആരോഗ്യവകുപ്പിന് കുറച്ചെങ്കിലും വ്യക്തമായിട്ടുള്ളത്. അത് ആ കുഞ്ഞിൻ്റെ വീട്ടിലെ കിണറിൽ നിന്നാണ് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റിടങ്ങളിലൊന്നും തന്നെ ഇതുവരെ എവിടെ നിന്നാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ രോഗത്തിൻ്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. നേരത്തെ താമരശ്ശേരിയിൽ ഈ രോഗം സ്ഥിരീകരിച്ച് മരിച്ച 4ാം ക്ലാസ്സുകാരിയുടെ സഹോദരൻ, ആ സഹോദരന് 2 ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ സമാനമായ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സഹോദരനാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ 3 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് ഇപ്പോഴും കഴിഞ്ഞ 17 ദിവസമായി വെന്റിലേറ്ററിൽ തുടരുകയാണ്. മറ്റൊന്ന് അന്നശ്ശേരി സ്വദേശിയായ യുവാവാണ്. ഈ യുവാവ് ICUവിലാണ്. ഈ 2 പേരുടെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മറ്റൊന്ന് മലപ്പുറം സ്വദേശിയാണ്. ആ കുട്ടിയുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരമാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭ്യമാകുന്നത്. അതേസമയം തന്നെ ഇനിയും വെള്ളത്തിൻ്റെ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അയച്ചിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു റിസൾട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും സാധാരണ വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു രോഗാണു ശരീരത്തിൽ എത്തുന്നത് എന്നത് വ്യക്തമായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ രോഗം സ്ഥിരീകരിച്ച ആളുകൾ കുളിച്ച സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ താമരശ്ശേരിയിലെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ മരിച്ച കുട്ടി കുളിച്ച അതേ കുളത്തിൽ തന്നെ ഈ സഹോദരങ്ങളും കുളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സഹോദരനാണ് രോഗം സ്ഥിരീകരിച്ചത്. മറ്റൊരു സഹോദരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരിയ പനിയുമായി ചികിത്സയിലുണ്ട്. പക്ഷേ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും എന്ന വിവരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. മറ്റൊന്ന് അന്നശ്ശേരിയിലെ യുവാവാണ്. ഈ യുവാവ് കുളത്തിലൊന്നും കുളിച്ച ഒരു ഹിസ്റ്ററി ഇയാൾക്കില്ല. പക്ഷേ വീട്ടിലെ കിണറിലെ വെള്ളത്തിൽ നിന്നാണോ ഇത്തരത്തിൽ രോഗം വന്നത് എന്ന ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെള്ളം സാമ്പിൾ ശേഖരിച്ച് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിശോധനാ ഫലം കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. ക്രിസ്റ്റീന, റേജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. കാണാം വാർത്താലോകം. സമാധാന കരാർ ഒപ്പുവയ്ക്കാനുള്ള സെലൻസ്കിയുടെ നിയമപരമായ അധികാരം ചോദ്യം ചെയ്ത് റഷ്യ അലാസ്കയിലെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലെ ധാരണകളിൽ വെള്ളം ചേർക്കാൻ യൂറോപ്യൻ നേതാക്കൾ ശ്രമിക്കുന്നതായി റഷ്യയുടെ ആരോപണം. വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു, എന്താണ് റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുന്നത്?
ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതാദ്യമായിട്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടുള്ള റഷ്യയുടെ എതിർപ്പ് അവർ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കാണുവാൻ വ്ളാദിമിർ പുടിൻ തയ്യാറാണ്. പക്ഷേ സമാധാന കരാർ ഒപ്പുവയ്ക്കുവാൻ നിയമപരമായ അധികാരം സെലൻസ്കിക്ക് ഉണ്ടോ എന്ന ഒരു ചോദ്യമാണ് റഷ്യ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. റഷ്യ ഇതുവരെ ഉയർത്തിയ എല്ലാ പ്രധാന പ്രശ്നങ്ങൾക്കും ആദ്യം പരിഹരിക്കണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് പറയുകയും ചെയ്തിട്ടുണ്ട്. അലാസ്കയിലെ ഈ ഡൊണാൾഡ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലെ ധാരണകളിൽ അതുപോലെ വെള്ളം ചേർക്കുവാൻ യൂറോപ്യൻ നേതാക്കൾ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു ആരോപണവും റഷ്യ ഉയർത്തുന്നുണ്ട്. സെലൻസ്കിയോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ നേതാക്കളോ സമാധാനത്തിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ല. ഭാവിയിലേക്കുള്ള ഏതൊരു കരാറും ഒപ്പുവെക്കുവാൻ അധികാരമുള്ള യുക്രൈൻ പ്രസിഡന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം 2024 മെയ് മാസത്തിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ കാലാവധി അവസാനിച്ചിരുന്നു. അതോടെ അദ്ദേഹത്തിന്റെ നിയമസാധുതയെക്കുറിച്ച് പുടിൻ ഇതിനോടകം തന്നെ പലവട്ടം സംശയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധം നടക്കുന്നത് കാരണം പുതിയൊരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അവർക്ക് നടത്തുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇതിനോട് യുക്രൈൻ പ്രതികരിച്ചിട്ടുണ്ട്. സെലൻസ്കി നിയമാനുസൃത പ്രസിഡന്റായിട്ടാണ് തുടരുന്നതെന്നാണ് യുക്രൈൻ പറയുന്നത്. സെലൻസ്കി കരാറിൽ ഒപ്പുവെച്ചാൽ സെലൻസ്കിയുടെ കാലാവധി സാങ്കേതികമായി അവസാനിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ഒരു യുക്രൈന്റെ പ്രസിഡന്റ് അതിനെ എതിർത്തേക്കുമെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആശങ്കയുടെ രൂപത്തിൽ പറയുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്. മധു, ഒരു കാര്യം കൂടെ, ഈ ബിസിനസ് വഞ്ചന കേസിൽ ട്രംപിന് പിഴത്തുക ഒഴിവാക്കിയെന്നൊരു വാർത്തയോട് വരുന്നുണ്ടല്ലോ ന്യൂയോർക്ക് കോടതി. ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വളരെ ചുരുക്കത്തിൽ. ക്രിസ്റ്റീന, ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ആരോപിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിധി, ഏറ്റവും വലിയൊരു പിഴ, അത് ഭരണഘടനയുടെ 8ാമത്തെ ഭേദഗതിയെ ലംഘിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രംപ് ഇതിൽ വലിയൊരു ആശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗസയിൽ നിന്ന് രോഗികളെ UAE-യിലെത്തിച്ച് മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള UAE ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ 155 രോഗികളെ UAE-യിലെത്തിച്ചു. UAE-യിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസയിൽ നിന്ന് സംഘർഷം തുടങ്ങിയ ആദ്യ മാസങ്ങളിൽ തന്നെ UAE രോഗികളെയും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെയും മികച്ച ചികിത്സ നൽകുന്നതിനായി UAE-യിൽ എത്തിക്കുന്നുണ്ട്. യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകളെയും അതോടൊപ്പം തന്നെ അർബുദ ബാധിതർ ഉൾപ്പെടെയുള്ള രോഗികളെയും സഹായിക്കുന്നതിനായി UAE പ്രസിഡന്റ് ഹിസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ വർഷങ്ങളായി തന്നെ പുരോഗമിക്കുന്നത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗത്തിന് ചികിത്സ ആവശ്യമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഈ ഒരു യുദ്ധത്തിൽ പരിക്കേറ്റ് അടിയന്തരമായി ചികിത്സ ആവശ്യമുള്ളവർ, ഇത്തരം ആളുകളെ ഉൾപ്പെടെയാണ് UAE-യിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമായും പരിക്കേൽക്കുന്ന കുട്ടികളെയാണ് ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമായി എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ കഴിഞ്ഞ ദിവസം ഗാസയിൽ 155 രോഗികളെ കൂടി UAE-യിൽ എത്തിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളും ഇതിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുമായി ചേർന്നാണ് UAE ഇപ്പോൾ ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരെ UAE-യിൽ എത്തിച്ചിരിക്കുന്നതും ഈ ഒരു WHO-യുടെ സഹായത്തോടു കൂടിയാണ്. റാമൻ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിനാണ് ഇവരെ അബുദാബി വിമാനത്താവളത്തിൽ എത്തിയത്. ഇവിടെ അബുദാബിയിലെത്തിയ ഈ രോഗികളെ ചികിത്സയ്ക്കായി ഇപ്പോൾ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അബുദാബിയിൽ തന്നെയുള്ള വിവിധ ആശുപത്രിയിലാണ് ഈ ഭൂരിഭാഗം ആളുകളെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർ അടക്കമുണ്ട്. ഇവർക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് രാജ്യം നൽകുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ രോഗികളും കുടുംബങ്ങളും അടക്കം 2785 ആളുകളാണ് ഗാസയിൽ നിന്ന് UAE-യിൽ എത്തിച്ചത്. ഇവർക്ക് എല്ലാവർക്കും തന്നെ മികച്ച ചികിത്സയും സൗകര്യം നൽകി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് UAE. എന്തായാലും പ്രതിസന്ധിയിലാകുന്നവർക്ക് താങ്ങായി നിൽക്കാൻ UAE എന്നും ശ്രമിക്കാറുണ്ട് എന്നും അതിന് തെളിവാണിതെന്നുമാണ് UAE സഹമന്ത്രി സുൽത്താൻ മുഹമ്മദ് അൽ ഷംസി തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടെ എത്തിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഗാസയിലേക്ക് ഇതുവരെ 4000 ടണ്ണിലധികം ഭക്ഷ്യവസ്തുക്കളാണ് UAE എത്തിച്ചിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിലും തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസയെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് UAE. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് പന്നിയങ്കരയിൽ വയോധികയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പന്നിയങ്കര സ്വദേശി ശീലാവതിയുടെ സ്വർണ്ണമാലയാണ് കവർന്നത്.
സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, രണ്ടുപേർ ഈ വിഷയത്തിൽ പിടിയിലായിട്ടുണ്ട്. ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ അത് എത്രത്തോളം നിർണായകമാണ് ഈ കേസിന്റെ പുരോഗതിയിൽ? ക്രിസ്റ്റീന, റിജിത്ത്, ഇന്നലെ തന്നെ ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നത് ഈ മാസം 18-നാണ്. പന്നിയങ്കര VK കൃഷ്ണമേനോൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ഈ വയോധിക. 5:30 മണിക്കാണ്, വൈകുന്നേരം 5:30 മണിക്കാണ് ഈ ഒരു സംഭവം. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഈ സ്ത്രീ നടന്നു പോകുമ്പോൾ അതുവഴി വന്ന ഇയാൾ ഈ മാല പൊട്ടിച്ച് പിടിച്ചു പറിച്ചതിന് ശേഷം ഓടിപ്പോവുകയായിരുന്നു. ഈ സ്ത്രീ പിന്നാലെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട്. പക്ഷേ അയാൾ അവിടെ നിന്നില്ല, അയാൾ ഓടിപ്പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം ഇയാളുടെ സ്കൂട്ടറിൽ ആണ് CCTV ദൃശ്യങ്ങൾ നമ്പർ വെച്ചായിരുന്നു അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മനസ്സിലായത് ഈ സ്കൂട്ടറും പ്രതി മോഷ്ടിച്ചതാണെന്നാണ്. പിന്നീട് ആണ് കൂടുതൽ അന്വേഷണം, കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ഈ പ്രതിയുടെ രീതി എന്നത് മോഷണത്തിന് ഇറങ്ങുമ്പോൾ കടും നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുക. ഈ സംഭവ ദിവസം കടും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മോഷണത്തിന് ശേഷം ഇളം നിറത്തിലുള്ള വസ്ത്രം മാറ്റിയിടുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പോലീസ് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ കടും നിറത്തിലുള്ള വസ്ത്രം കേന്ദ്രീകരിച്ചുള്ള ആളിലേക്കായിരിക്കും അന്വേഷണം പോവുക. പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനാണ് ഈ മോഷണത്തിന് ശേഷം ഇയാളിങ്ങനെ വസ്ത്രം മാറി നടക്കുന്നത്. പക്ഷേ പന്നിയങ്കര പോലീസിൻ്റെയും ഒപ്പം തന്നെ ഫറോക്ക് ACPയുടെ ക്രൈം സ്ക്വാഡിൻ്റെയും കയ്യിൽ ഈ പ്രതി ഇന്നലെ പോലീസിൻ്റെയും കയ്യിൽ ഈ പ്രതി പിടികൂടുകയായിരുന്നു. ഏറ്റവും പ്രധാനം എന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപും 3 പവൻ്റെ സ്വർണ്ണമാല കവർന്ന ഒരു കേസും ഒപ്പം തന്നെ ശുചിമുറിയിൽ ഒളിക്യാമറ വെച്ച കേസിലും പ്രതിയാണ് ഇയാൾ. ശരി, ഒരു വയോധികയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രണ്ടുപേർ പിടിയിലായിട്ടുണ്ട്. ഇവരിൽ ഒരാൾക്ക് മുൻപും ഇതേപോലെ മോഷണം നടത്തിയ ഒരു ചരിത്രവുമുണ്ട്. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. ജലമേളയ്ക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പുന്നമടക്കായലിൽ പരിശീലനത്തിന്റെയും ട്രാക്ക് എൻട്രികളുടെയും ആവേശം നിറയുകയാണ്. വള്ളംകളി പ്രേമികളെ, തുള്ളിക്കളിയപ്പം വരെ, തുള്ളി തുള്ളി പെയ്യും മഴ ഉള്ളിൽ വന്നു വീഴും വരെ, കവലക്കാറ്റില് വള്ളത്തെ കയറുമ്പോൾ കവാലം ചുണ്ടൻ വള്ളമോ എന്നൊരു ഓർമ്മയുണ്ട്. UBC കൈനഗരി തുഴയുന്ന തലവടി ചുണ്ടനാണ് ഏറ്റവും ഒടുവിൽ തലയെടുപ്പോടെ ട്രാക്ക് എൻട്രി നടത്തിയത്. ഗ്യാലറിയിൽ കരഘോഷവും ആർപ്പുവിളികളും. ഡബിൾ ഹാട്രിക് സ്വപ്നം കണ്ട് പുന്നമടക്കായലിലൂടെ തലങ്ങും വിലങ്ങും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ പരിശീലന തുഴച്ചിൽ. കായൽക്കരയിൽ കടൽത്തിരമാല പോലെ ആവേശം. അത്രയും നല്ല ട്രെയിനിങ്ങും ഞങ്ങളുടെ കുട്ടികൾ അതിനെല്ലാം നല്ല സന്തോഷത്തിലാണ്, ജയിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും. പള്ളാത്തുരുത്തി ചുണക്കുട്ടികൾ ഇത്തവണ തൊഴിഞ്ഞ് ജയിച്ചിരിക്കും. ഇത്തവണ ഞങ്ങൾ ഉറപ്പ്, നിങ്ങൾക്ക് നല്ല വിശ്വാസം, ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. പള്ളാത്തുരുത്തി ഇപ്രാവശ്യം ഹാട്രിക്ക് 6ാമത്തെ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലാണ് എല്ലാ വള്ളം UBC തലപിടിച്ചുണ്ടും ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വട്ടത്തെ വള്ളങ്ങൾ ഈ PBC പള്ളാത്തുരുത്തി ഡബിൾ ഹാട്രിക്ക് എടുത്തിരിക്കും. ഉറപ്പിച്ചോ. വിയ്യപുരം, കാരിച്ചാൽ, മേൽപ്പാടം, ആയാപ്പറമ്പ് പാണ്ടി, നിരണം, എണ്ണം പറഞ്ഞ 21 ചുണ്ടൻ വള്ളങ്ങൾ. മറ്റു വിഭാഗങ്ങളിൽ 50 വള്ളങ്ങൾ വേറെയും. പുന്നമടക്കായലിനെ തീപിടിപ്പിക്കാൻ മറ്റെന്തു വേണം? മംഗലത്തുള്ള വിപ്രരെയെല്ലാം വരുത്തി മോരുകാച്ചി തിളപ്പിച്ചു പപ്പടം കാച്ചി ജലമേളയ്ക്ക് 8 ദിവസം അവശേഷിക്കുന്നുണ്ടെങ്കിലും ട്രാക്ക് എൻട്രിയും പരിശീലനവും കാണാൻ ജലമേളയോളം തന്നെ കാണികളാണ് കായലോരങ്ങളിൽ ഇടം പിടിക്കുന്നത്. 24 ആലപ്പുഴ. ഇനി ചില അറിയിപ്പുകളാണ്. ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററുകളിൽ ചലച്ചിത്രമേള നടക്കും. ചലച്ചിത്രമേള നടക്കുക ഇന്നാണ്. ട്രാൻസ് ക്വയർ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമകളും ഹ്രസ്വ സിനിമകളും ഡോക്യുമെന്ററികളുമാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. കൊല്ലം ബീഡിമുക്ക് ചണ്ണപ്പേട്ട റോഡിൽ ഗതാഗത നിയന്ത്രണം അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിയന്ത്രണം 2 ദിവസത്തേക്കാണ്.
മട്ടാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ് ഹിന്ദി വിഷയത്തിലേക്ക്. തൃശൂർ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈബ്രറിയന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഇന്നാണ്. കോഴിക്കോട് കൊയിലാണ്ടി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളിൽ നിന്ന് മികച്ച കർഷകയെയും ആദരിക്കുന്നു. ഈ മാസം 31 മുമ്പായി അപേക്ഷ ബാങ്കിന്റെ മുഖ്യ ഓഫീസിലോ ശാഖകളിലോ നൽകണം. ഇനി കായിക വാർത്തകൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ തകർപ്പൻ ജയത്തോടെ തുടങ്ങി സഞ്ജു സാംസന്റെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെ 8 വിക്കറ്റിന് തകർത്തു. 98 റൺസ് വിജയലക്ഷ്യം വെറും 11.5 ഓവറിൽ കൊച്ചി മറികടക്കുകയായിരുന്നു. പുറത്താകാതെ 50 റൺസ് എടുത്ത സാലി സാംസണാണ് കൊച്ചിയുടെ ജയം അനായാസമാക്കിയത്. സഞ്ജു സാംസണ് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നില്ല. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം 97 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ അക്കിൻ സത്താറും മുഹമ്മദ് ആഷിഖും ചേർന്നാണ് ട്രിവാൻഡ്രത്തെ എറിഞ്ഞിട്ടത്. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സും ജയത്തോടെയാണ് തുടങ്ങിയത്. ആവേശകരമായ പോരിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 1 വിക്കറ്റിനാണ് കൊല്ലം തോൽപ്പിച്ചത്. 139 റൺസ് വിജയലക്ഷ്യം 19.5 ഓവറിൽ കൊല്ലം മറികടക്കുകയായിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നും 2 മത്സരങ്ങളുണ്ട്. ഉച്ചതിരിഞ്ഞ് 2:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 6:30 നടക്കുന്ന 2ാം മത്സരത്തിൽ കൊല്ലം സെയിലേഴ്സിന്റെ എതിരാളികൾ ട്രിവാൻഡ്രം റോയൽസ് ആണ്. കോഴിക്കോട് രാമനാട്ടുകരയിൽ അതിഥി തൊഴിലാളിയുടെ മകളെ ആൺസുഹൃത്ത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ ഉടൻ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും. പെൺകുട്ടിയെ കൂടുതൽ പേർ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് ജീവനക്കാരിയായ പെൺകുട്ടിയെ കടയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് 20-നാണ് പെൺകുട്ടിയെ വീടിനരികിൽ ഇറക്കിവിട്ടത്. ബന്ധുക്കളുടെ പരാതിയിൽ ഫറൂഖ് പോലീസാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികൾ ഒളിവിലായിട്ട് 3 ദിവസം പിന്നിടുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിനെയും ഭാര്യ ബിന്ദുവിനെയും കണ്ടെത്താൻ പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി. ഇരുവരുടെയും മകളായ ദീപയെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ഇന്നലെ തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണും ബാങ്ക് ഇടപാടും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ആത്മഹത്യ ചെയ്ത ആശാ ബെന്നിയുടെ കുടുംബം ഗുരുതരമായ ആക്ഷേപങ്ങളാണ് പ്രതികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തിയാണ് നിലവിലെ അന്വേഷണം. ഇന്ന് രാജ്യാന്തര ഫോക്ലോർ ദിനമാണ്. വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്കിടയിൽ തനത് കലാരൂപങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്. 1846 ഓഗസ്റ്റ് 22-ന് വില്യം ജി തോൺസ് ഒരു ലണ്ടൻ മാഗസീനിൽ എഴുതിയ ലേഖനത്തിലാണ് ഫോക്ലോർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഈ ദിവസത്തിന്റെ ഓർമ്മയിലാണ് ലോകമെമ്പാടും ഓഗസ്റ്റ് 22-ന് അന്താരാഷ്ട്ര ഫോക്ലോർ ദിനം ആചരിക്കുന്നത്. പരമ്പരാഗതവും സാംസ്കാരികവുമായ എല്ലാറ്റിനെയും സംരക്ഷിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരു കൂട്ടായ്മയുടെ സാംസ്കാരിക സ്വത്വത്തെ ഉൾക്കൊള്ളുന്ന ഭാഷ, സാഹിത്യം, സംഗീതം, നൃത്തം എന്നിവയെല്ലാം നാട്ടു സംസ്കൃതി അഥവാ ഫോക്ലോറിന്റെ ഭാഗമാണ്. ഫോക്ലോറിൽ നാട്ടറിവും നാടൻ കലയും മാത്രമല്ല കാട്ടറിവും കടലറിവും ഉൾപ്പെടുന്നു. തെയ്യവും തോറ്റവും മുതൽ ചെണ്ടയും തുടിയും പടയണിയും തോൽപ്പാവക്കൂത്തും ഉൾപ്പെടുന്ന ഫോക്ലോർ സമ്പത്തുണ്ട് നമുക്ക്. കാലിക്കറ്റ് സർവകലാശാലയിൽ കേരളത്തിൽ ആദ്യത്തെ ഫോക്ലോർ പഠന വകുപ്പ് ആരംഭിച്ചതോടെ ഫോക്ലോർ എന്ന ഇംഗ്ലീഷ് വാക്കിന് മലയാളത്തിൽ കൂടുതൽ പ്രചാരം ലഭിച്ചു. അന്യം നിന്നു പോകുന്ന കലകളും ആചാരങ്ങളും ഭാഷയും പാട്ടും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊട്ടിയുറപ്പിക്കുകയാണ് ഈ ദിനം. വൈവിധ്യങ്ങളെ നിലനിർത്തി പരിപൂർണമായ സംസ്കാരമായി നമുക്ക് സ്വയം പരിവർത്തനം ചെയ്യാം. റിസർച്ച് ഡെസ്ക് 24. നിർമ്മിത ബുദ്ധി മനുഷ്യനെ കീഴടക്കിയ കാലത്ത് സത്യങ്ങൾ തിരിച്ചറിയുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സത്യം വിചാരണ ചെയ്യപ്പെടുമ്പോൾ നിർമ്മിത ബുദ്ധി കാലത്തെ ജുഡീഷ്യറിയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശങ്ങൾ. മനുഷ്യനെ യന്ത്രങ്ങളും നിർമ്മിത ബുദ്ധിയും നിയന്ത്രിക്കുന്ന കാലത്ത് നിർമ്മിത ബുദ്ധി മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് അകലം പാലിച്ചേ മതിയാവൂ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത്. യാഥാർത്ഥ്യമെന്ന് തോന്നിക്കുന്ന വിവരങ്ങൾ നമുക്ക് മുന്നിലേക്കെത്തുമ്പോൾ അതാണ് സത്യമെന്ന് വിശ്വസിച്ചു പോകുന്നു. സത്യത്തെ ഏറ്റവും പരമപ്രധാനമായി കാണേണ്ട ഇടമാണ് കോടതി. എന്നാൽ കോടതിയിൽ പോലും നിർമ്മിത ബുദ്ധി പ്രധാന ടൂളായി നിയമജ്ഞർ ഉപയോഗിക്കുന്നുണ്ടെന്നും
അത് തെറ്റായ പ്രവണതയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പരിഹരിച്ചൂടെ എന്ന ചോദ്യവും ഉയരുന്നുണ്ടെന്നും, എന്നാൽ കോടതിയിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരാൾക്കും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വിധി പറയുന്നത് ഇഷ്ടമാവില്ലെന്നും ജസ്റ്റിസ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിക്ക് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ നൽകാനാകുകയുള്ളൂവെങ്കിൽ മനുഷ്യന് ഒരു ചോദ്യത്തിന് വിശകലനത്തിലൂടെ ഏറ്റവും കുറഞ്ഞത് 10 ഉത്തരമെങ്കിലും കിട്ടുമെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മനുഷ്യ ശരീരത്തിന്റെ എല്ലാ നീക്കങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് തലച്ചോർ. തലച്ചോറിനപ്പുറം ഒരു വിശ്വാസ്യതയും യന്ത്രങ്ങൾക്ക് ലഭിക്കില്ല. നിർമ്മിത ബുദ്ധി നമ്മെ പിന്തുണയ്ക്കുന്നതാകണം, അല്ലാതെ നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അത് പോവരുതെന്നും ദേവൻ രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് 24. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ AICTE യോഗ്യതയുള്ള അതിഥി അധ്യാപകരുടെ വേതനം പുതുക്കി നിർണയിച്ച ഉത്തരവ്. പ്രതിദിനം 2200 രൂപയാണ് പുതിയ വേതനം. ഒരു മാസം പരമാവധി 50,000 രൂപയാണ് പരിധി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടേതാണ് ഉത്തരവ്. ഇതിനു മുൻപ് വകുപ്പിലെ ഗസ്റ്റ് ലെക്ചറേഴ്സിന്റെ വേതനം പുതുക്കി നിർണയിച്ച ഉത്തരവായിരുന്നു. AICTE പരിധിയിൽ വരുന്ന അധ്യാപകർക്ക് കൂടി ബാധകമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് നടപടി. കോടതിയിൽ കീഴടങ്ങാനെത്തുന്ന പ്രതികളെ മുൻകൂർ അനുമതിയില്ലാതെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വന്തമായോ അഭിഭാഷകന്റെ കൂടെയോ കീഴടങ്ങാനെത്തുന്ന പ്രതിയെ ജുഡീഷ്യൽ ഓഫീസർമാരുടെയോ ബന്ധപ്പെട്ട കോടതിയുടെയോ അനുമതിയില്ലാതെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. കോടതി നടപടികൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഭൂമിയും കെട്ടിടവും നിർമ്മാണവും പ്രവൃത്തി സമയത്ത് കോടതിയാണെന്ന് ഹൈക്കോടതി വിശദീകരിച്ചു. എന്നാൽ വാറന്റ് ഉള്ളതോ ഒളിവിലുള്ളതോ ആയ പ്രതികളെ പോലീസിന് കോടതി വളപ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം. കോടതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സാഹചര്യത്തിലും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാം. അറസ്റ്റിന്റെ കാരണങ്ങൾ ഉടനടി ആ കോടതിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തവണയും റെക്കോർഡ് തിരുത്തി മഹാരാഷ്ട്രയിലെ JSB സേവാ മണ്ഡൽ. 66 കിലോ സ്വർണം, 336 കിലോ വെള്ളി എന്നിവ കൊണ്ടാണ് ഗണേശ വിഗ്രഹം അലങ്കരിക്കുക. മുംബൈയിലെ സമ്പന്നമായ ഗണേശ വിഗ്രഹമാണിത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥെ, ഗുഡ് മോർണിംഗ്. ഇത്തവണത്തെ ഈ ഗണേശോത്സവം അത് എത്രത്തോളം പ്രത്യേകതയുള്ളതായിരിക്കും ഈ ഒരു വിഗ്രഹത്തിന്റെ അലങ്കാരവും ഒക്കെ നോക്കുമ്പോൾ? സുഷീന, മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിപുലവുമായ ആഘോഷമാണ് ഗണേശോത്സവം. അതിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ ഗണേശ പന്തലുകൾ നിർമ്മിക്കുകയും അതിനുള്ളിൽ വലിയ ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് പൂജ നടത്തുന്നതുമാണ് അതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. പിന്നീട് അത് സമുദ്രത്തിൽ അർപ്പിക്കുകയും ചെയ്യും. ഈ GSB സേവാ മണ്ഡൽ ആ ഗണേശ വിഗ്രഹങ്ങളിൽ ഏറ്റവും സമ്പന്നമായ ഗണേശ വിഗ്രഹമാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കാണ് 66 കിലോ സ്വർണം, 336 കിലോ വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത്. ഓരോ വർഷവും ഈ തൂക്കം വർദ്ധിക്കാറുണ്ട്. ഇത്തവണ അത് എത്രയാണ് എന്ന കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതാണ്ട് 474 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് ആകെ ഈ ഗണേശ പന്തലിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ് ആണ് ഇൻഷുറൻസ് നൽകുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 74 കോടി രൂപ അധികമാണ് ഇൻഷുറൻസ് തുകയിൽ ഇത്തവണ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആഭരണങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ വലിയ ഇൻഷുറൻസ് തുക. 375 കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നത് പുരോഹിതന്മാർ, സന്നദ്ധ പ്രവർത്തകർ, ഭക്ഷണം പാകം ചെയ്യുന്നവർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുടെ വ്യക്തിഗത അപകട ഇൻഷുറൻസിനാണ്. 67 കോടി രൂപയാണ് ആഭരണങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് തുകയിൽ വരുന്നത്. അതിന്റെ പരിധി വരുന്നത് 30 കോടി രൂപ പൊതുബാധ്യത ഇൻഷുറൻസ്. അങ്ങനെയാണ് 474 കോടി രൂപയുടെ ഇൻഷുറൻസ്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ഉത്തർപ്രദേശ് സർക്കാർ 35 ലക്ഷത്തിലധികം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു. സംസ്ഥാനത്തുടനീളം 2.73 കോടി രൂപയുടെ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സൈബർ വഴിയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പഞ്ചാബ് പോലീസ് അന്തർ സംസ്ഥാന മ്യൂൾ അക്കൗണ്ട് റാക്കറ്റ് തകർത്തു. 10.96 ലക്ഷം രൂപയുമായി 4 പേർ അറസ്റ്റിൽ. ആന്ധ്രാപ്രദേശ് കോളേജിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്ന സംശയം. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഇടിമിന്നൽ, 3 പെൺകുട്ടികൾ മരിച്ചു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം.
മഹാരാഷ്ട്രയിലെ പാൽഘറിലെ ഫാർമ കമ്പനിയിൽ നൈട്രജൻ വാതക ചോർച്ച 4 തൊഴിലാളികൾ മരിച്ചു. മരണകാരണം ഓക്സിജന്റെ അളവ് കുറഞ്ഞത്. KSRTCയിലും കേരള മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന പ്രദർശനമേളയ്ക്ക് ഇന്ന് തുടക്കം. ട്രാൻസ്പോ 2025 എന്ന പേരിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്ന് വേദിയാകും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ KSRTC ബസ്സുകളുടെ മെഗാ ലോഞ്ചിനോടൊപ്പം വിവിധ ട്രാൻസ്പോർട്ട്, മൊബിലിറ്റി, ടൂറിസം, ടെക്നോളജി മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും എക്സ്പോയുടെ ഭാഗമാകും. രാവിലെ 10 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ മേള ഉദ്ഘാടനം ചെയ്യും. വാഹന ലോകത്തെ പുത്തൻ സാങ്കേതിക വിദ്യകൾ, സവിശേഷതകൾ എന്നിവ അടുത്തറിയാനുള്ള അതുല്യ അവസരമായാണ് എക്സ്പോയിലൂടെ വാഹനപ്രേമികൾക്ക് ലഭിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ പങ്കെടുക്കുന്ന BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. മലയാളി കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ അറസ്റ്റും വോട്ടർ പട്ടിക വിവാദവും മറികടക്കാനുള്ള തീരുമാനങ്ങൾ ചർച്ചയിൽ ഉണ്ടാകും എന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, ഈ സംഘടനാ കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടൽ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും? എല്ലാ മാസവും ഇനി കേരളത്തിലും തമിഴ്നാട്ടിലും സന്ദർശനം എന്നുള്ള തീരുമാനം നേരത്തെ BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. നിരന്തരമായ ആശയവിനിമയം നടത്തുക, നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്ന തീരുമാനത്തിലേക്ക് BJP പോകുന്നുണ്ട്. അമിത്ഷായുടെ സന്ദർശനം എത്രത്തോളം പ്രധാനമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും കേരളത്തിലെ സംഘടനാ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന നേതൃയോഗം ഏറെ നിർണായകമായിരിക്കും. കാരണം രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി എത്തിയതിനു ശേഷം സംഘടനാ പ്രവർത്തനം മികച്ച നിലയിലാണ് എന്നുള്ള അഭിപ്രായമാണ് നിലവിൽ കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനവും. അതിന്റെ ഭാഗമായാണ് കേരളത്തിലും തമിഴ്നാട്ടിലും മാസങ്ങളിൽ വന്ന് നേതൃയോഗങ്ങളിൽ പങ്കെടുത്ത് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. എന്തായാലും ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്ന് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ ഉപാധ്യക്ഷന്മാരായ ഷോൺ ജോർജ് അടക്കമുള്ള K. സുരേന്ദ്രൻ, ഒപ്പം MT രമേശ്, മുരളീധരൻ തുടങ്ങിയ നേതാക്കളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ് ഇന്ന് ചർച്ചയാവുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ അത് കൃത്യമായി എത്രയാണ് എന്നുള്ളത് പട്ടിക ഇന്ന് സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതും അതിന്റെ ചുമതലകളും, ഒപ്പം ഏത് രീതിയിലാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതും എന്നുള്ള കാര്യത്തിലും ചർച്ച നടക്കും. ഒപ്പം വിവാദ വിഷയങ്ങളും ഇന്ന് ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റും ഒപ്പം തന്നെ വോട്ടർ പട്ടിക വിവാദവും എല്ലാം ഇന്ന് ചർച്ചയാകും. അത് മറികടക്കാനുള്ള നീക്കങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ കോതമംഗലത്തെയും ഒപ്പം കൊല്ലത്തെയുമുള്ള ലവ് ജിഹാദ് ആരോപണങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ യോഗത്തിന് ശേഷം നാളെ തൃശ്ശൂരിൽ സംസ്ഥാന ശില്പശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ ഒരു യോഗമാണ് രാവിലെ 10 മണിക്ക് കൊച്ചിയിൽ നടക്കുക. അമിത്ഷാ തന്നെയായിരിക്കും യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ യോഗത്തിന് അധ്യക്ഷത വഹിക്കും. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെയോടെ മൃതദേഹം വണ്ടിപ്പെരിയാർ വാളാടിയിലെ വീട്ടിലെത്തിച്ചു. 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. വൈകിട്ട് 4 മണിക്ക് പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് സംസ്കാരം. വിവരങ്ങളുമായി വണ്ടിപ്പെരിയാറിലെ വസതിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, ഈ ട്രേഡ് യൂണിയനിലൂടെ വന്ന ഒരു നേതാവാണ്, പിന്നീട് അദ്ദേഹം MLA ആകുന്നു. ഏറെ ജനകീയനായ നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പൊതുദർശനത്തിനൊക്കെ നിരവധി പേർ, തൊഴിലാളികളടക്കം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം ഏതൊക്കെ നേതാക്കൾ എത്തും? സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? കൃഷിന 11 മണിയോടുകൂടി വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം മാറ്റും എന്നുള്ളതാണ്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തോട് ചേർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നേരത്തെ ആദ്യമേ പറഞ്ഞിരുന്നത് വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നായിരുന്നു. പിന്നീട് പഴയ പാമ്പനാറിലെ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപത്തേക്ക് മാറ്റുകയായിരുന്നു. നിരവധി ആളുകൾ ഇപ്പോഴേ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തോട്ടം തൊഴിലാളികളടക്കം ഒരുപാട് പേരെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രകണ്ട് ജനകീയനായ നേതാവായിരുന്നു. MLA ആയതിനപ്പുറത്തേക്ക് വർഷങ്ങളായിട്ടുള്ള, പതിറ്റാണ്ടുകളായിട്ടുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു ആൾ കൂടിയാണ് വാഴൂർ സോമൻ. അതുകൊണ്ട് തന്നെ ആ ബന്ധമുണ്ട്. ഈ മണ്ഡലത്തിലെ വിശാലമായൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലുള്ള എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലെയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമുള്ള എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPIയുടെയും അതുപോലെ തന്നെ CPMന്റെയും ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ വീട്ടിലേക്ക്
അല്പസമയത്തിനകം എത്തുകയും ചെയ്യും. മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള ആളുകൾ എത്തുകയും ചെയ്യും. നിലവിലെപ്പോൾ ഈ വീട്ടിലാണ് ഈ മൃതദേഹം ഉള്ളത്. 11 മണിയോടുകൂടി മാത്രമേ മാറ്റുകയുള്ളൂ. വലിയ തരത്തിൽ ഒരു തീരാനഷ്ടം എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. അത്ര കണ്ട് ജനകീയനായ നേതാവായിരുന്നു. സാധാരണക്കാർക്കൊപ്പം നിന്നിരുന്ന, നമ്മൾ ആദ്യമേ തൊട്ട് പറയുന്ന പോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം ഉയർന്നു വരുന്നത്. സാധാരണക്കാരായിട്ടുള്ള തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അത് അത്ര കണ്ട് ഫലം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ തൊഴിലാളി പ്രക്ഷോഭത്തിനൊക്കെ ഇടയിൽ അദ്ദേഹത്തിന് പോലീസ് മർദ്ദനത്തിൽ ക്രൂരമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ കഠിനമായിട്ടുള്ള മർദ്ദനങ്ങളിലൂടെയും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടി അവർക്കൊപ്പം നിന്നിരുന്ന ഒരു നേതാവിന്റെ വിയോഗം അത് ഈ നാടിനൊന്നാകെ തീരാ നഷ്ടമായി മാറുകയാണ്. എന്തായാലും ഈ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. മറ്റ് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വികസനങ്ങളുണ്ട്. അതുൾപ്പെടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അതെക്കാലും സ്മരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഈ വിധത്തിലാണ്. നിലവിൽ വീട്ടിൽ മൃതദേഹം അതിനുശേഷം 11 മണിയോടുകൂടി വണ്ടിപ്പെരിയാറിലെ ടൗൺ ഹാളിലേക്ക് മാറ്റുന്നു. അതിനുശേഷം 4 മണിയോടുകൂടിയാണ്, 4 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 4 മണിക്കാണ് പഴയ പാമ്പനാറിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ മൃതദേഹം വീട്ടിലാണ്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്തേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊന്നും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രകടമായിട്ടുണ്ടായിരുന്നില്ല. രാഹുൽ വിജയനാണ് വണ്ടിപ്പെരിയാറിലെ വഴൂർ സോമൻ MLA യുടെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.